പണിക്ക് പോകണം. മുട്ട വെച്ചെടുക്കണേ. അതല്ല ഇരിക്കണേ അപ്പയ്ക്ക് മുട്ട വെച്ചോ. മീനുണ്ടേ. ഇത് വർഷാവർഷമുള്ള പൂക്കാലം. ഇത് പൂത്തു. കോഴികളൊക്കെ ചിലതൊക്കെ ഇച്ചിരി വലുതായി, ചിലതൊക്കെ അതേപോലെ തന്നെ നിൽക്കുക. രണ്ട് ദിവസം വിരിയും. ഈ നിൽക്കുന്ന മുട്ടൊക്കെ നാളെ വിരിയും. പൂവൊക്കെ ഒരു മഴ പെയ്ത ഉടനെ വിരിയും. അല്ല, വേനൽക്കാലത്താണ്. മഴ പെയ്യുമ്പം വിരിയും. ചിലപ്പോൾ ഇനി ഇത് ഇന്നും നാളെയൊക്കെ വിരിഞ്ഞിട്ട് മാറിപ്പോവും. അത് കഴിഞ്ഞ് പിന്നെ പൂ കാണത്തില്ല. പിന്നെ ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വിരിയും, 1-2 പ്രാവശ്യം. അപ്പം അത്ര നിറച്ചൊന്നും ചിലപ്പോൾ മറന്നില്ല. നല്ല സ്മെല്ലാണ് എൻ്റെ അവിടെ. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ കാപ്പിപ്പൂ പോലത്തെ ഒരു പൂവാണ്. തേനീച്ചയൊക്കെ വരും. പറമ്പിലെല്ലാം ഓല വീണതും മട്ടൽ വീണതും അതും ഇതെല്ലാം ഇങ്ങനെ കിടക്കുക. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറ്റാൻ പോലും സമയം കിട്ടിയിട്ടില്ല. നമ്മളിന്നാൾ വാഴ കൊണ്ട് നട്ടു വെച്ചില്ലേ, അതിൽ 1-2 ചുമ്മാ അതുപോലൊക്കെ തന്നെ നിൽക്കുക. വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ ഒരു വാഴ മാത്രം സെറ്റായി. പക്ഷേ അതൊരു കുഴപ്പമുണ്ട്. അതിന് 3 വെച്ചില്ലേ അത് പോകും. 3 വെക്കാൻ സമയം കിട്ടിയില്ല. മഴയൊക്കെ വെയിലൊക്കെ ആയതുകൊണ്ട് ഒരു ഊന്ന് കൊടുക്കണം. അതിന് ഇതുവരെ ഊന്ന് കൊടുത്തില്ല. അത് പോകും തോന്നുന്നു. ആ കൂമ്പെടുത്ത് കറി വെച്ചാലോ, കുത്തി കൊടുക്കാൻ ജയിക്കുക. അല്ല അത്ര വെയിറ്റും കുറയുമല്ലോ. വേറെ എവിടെയെങ്കിലും കുമ്പളങ്ങ കിട്ടുമെന്ന് പറഞ്ഞാൽ ജയ പറയും വേണം മേടിക്കാമെന്നൊക്കെ പറയും. പക്ഷെ ഇത് ഇവിടെ കിടന്ന ആർക്കും വേണ്ട. എത്ര നടക്കും നോക്കി, ചുമ്മാ കിടന്നു പോവാ. എന്നാലും നാളത്തെ കറിക്കുള്ള ഇതോ കോഴിയാണോ ഞാൻ ഓർത്തേ. പെട്ടെന്ന് ഇങ്ങനെ കോഴി ചത്തോ, അതിന് ചത്ത കോഴി കൊണ്ടുവന്നേ. ചക്ക വെട്ടാ വെച്ചേക്കുന്നത് ഇന്നലെ ആദ്യമായിട്ട് ഇന്നലെ ചക്ക വെട്ടി വേവിച്ചതിൻ്റെ ഒരു അഹങ്കാരം കണ്ടോ അവിടെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ചക്ക വെട്ടി അടത്തി വേവിക്കുന്നത്. എല്ലാം ഞാൻ വേണം ചെയ്തു കൊടുക്കാൻ. പാവം ക്രൂര. ഞാൻ ഐ ഡി കാർഡ് എടുത്തോ? അല്ല ഞാൻ ചോദിച്ചോട്ടെ, ആ നല്ല ബാഗ് ഉണ്ടായിട്ട് തന്നെ ഈ ബാഗിനകത്തോട്ട് കൊണ്ടുപോകും. കൊട നീ എവിടെ കൊണ്ടുവെക്കും? കൊട നീ എവിടെ വെക്കും എന്ന് പറ. ഈ കൊട നീ എവിടെ വെക്കും? ശാംഭവി ഇറങ്ങാൻ പറ. ശാംഭവി ഇറങ്ങാ. ആ ബാഗ് എടുക്ക്, ബാഗ് സൈഡിൽ ബാഗ്. ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാനത് രാവിലെ പറയാം. നീ ഇറങ്ങ. ആ ഉമ്മ സമയം പോയി. എടി അവളെവിടെ പോയി? വീടില്ല ഓടണ്ട. അവളങ്ങനെ നമുക്ക് പലതും പറയും. ഒരു വേഗവും ഇല്ല.
പട്ടി കുഴപ്പമില്ല. ബുക്ക് കുഴപ്പമില്ല, വരികല. എന്ത് പോവാണേ? തീറ്റി എടുക്കാൻ പോയിട്ട് നടക്കാൻ ഞാൻ അജയൻ ഇന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല. രാവിലെ ചെല്ലാൻ പറഞ്ഞു. അജയൻ വിളിച്ചായിരുന്നു, ഇന്ന് ലീവാ. കാല് ആണി കൊണ്ടത് നീര് വെച്ചിരിക്കുക. നമ്മളൊന്ന് അവധിയാന്ന് പറഞ്ഞു. വരത്തില്ല. ആധാർ കാർഡിന്റെ കോപ്പി എല്ലാം കൂടെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കണ്ടാൽ ഇത്ര ചെയ്താൽ മതി. നേരെ അവിടുന്ന് കുരിശിക്ക് നേരെ തമ്മിക്കാണ്ടുള്ള വഴിക്ക് പോവാം. ഇതെന്നാ പറ്റില്ല. പാല് വെച്ചോ? ഇല്ല, കാച്ചാന്ന് പറഞ്ഞല്ലോ. അവള് കുളിച്ചിട്ടൊക്കെ വരുമ്പോ ആകും. അവളെന്തായാലും ഇപ്പൊ കുടിക്കാനൊന്നും പോകുന്നില്ല. ചായ ഉണ്ടാക്കട്ടെ, വെള്ളം തരാം. ഉച്ചയൊക്കെ ആയപ്പോൾ ചെറിയ മഴയൊക്കെ ആയിരുന്നു. ചെറുതായിട്ട് നല്ല മഴയായിരുന്നു. കുറേ നേരം ഉണ്ടായിരുന്നു ചെറിയ ചാറ്റമഴ. കൊണ്ട് വെച്ചോക്കെ. ഭയങ്കര അലപ്പാണല്ലോ ഇപ്പം. എപ്പോ പറഞ്ഞു? എപ്പോ പറഞ്ഞടി ഗൂഗിള്? ഇന്ന് മഴ പെയ്യുമെന്നാ വിചാരിച്ചേ. മഴക്കാറൊക്കെ കണ്ടപ്പോഴേക്കും ഓർത്ത് ഇപ്പൊ തകർത്തങ്ങ് പെയ്യുമെന്ന്. ഒന്നും നടന്നില്ല. പിന്നെ അപ്പ വരാതെ അപ്പ ഇവിടെ പോകാനാ? ഞാൻ കുളിച്ചു. ആ, ചോറൊക്കെ വെച്ചു. അടയൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. ഓക്കെ ഗൂഗിൾ, ലൈറ്റ് ഓൺ. ആഹാ, ഇത് പുതിയ ഐറ്റമാ. എന്തിയത്? എന്തിയാണിത്? എവിടെ? ആരാ ഇത്? ഇതാര്? ഹോയ്, പോയോ? അയ്യോ, അത് കൊള്ളാലോ. നല്ല സുന്ദരി പൂച്ച. അടിപൊളി. കുഞ്ഞേ, എൻ്റെ ചായ. നീ ഇപ്പം ചായ കുടിച്ചല്ലേ?
പമ്മിക്കുന്നോ എന്ത് പുതിയ ടീമാ സുംബായിക്ക് സഹിക്കുന്നില്ല ഇങ്ങനെ കരയുന്ന കണ്ടിട്ട്. ഒന്നും ഇല്ലെന്നേ. ഫോൺ എടുത്തോ? ആൾക്കാർക്ക് ഞാൻ തുണി അലക്കാൻ പോയിരിക്കുന്നു. അലക്കിടങ്ങ് പോകുമല്ലായിരുന്നോ? ആകുമ്പോൾ എനിക്ക് എളുപ്പമുണ്ടല്ലോ. കുട്ടിക്കാനത്തായതുകൊണ്ട് ഈ സമയം മതി. ഒക്കെ ഷർട്ട് സ്റ്റുഡിയോയിലെ ഷർട്ടാ. കാഞ്ഞിരപ്പള്ളിയിലെ സ്റ്റുഡിയോയിലെ കുട്ടിക്കാനത്ത് പണിയുള്ള സമയത്ത് ഈ സമയത്ത് പോയാൽ മതി. ബൊലോറോ. ഇതെന്നാ പരിപാടിയന്മാര്? തിരുമ്മിന്റെ പരിപാടി എന്താ? അങ്ങനെയൊക്കെ പറയുന്നത് ഇതാണോ? പണി നടക്കുന്നുണ്ടല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടല്ലേ? 3 ഇന്ന് വീട്ടിലുണ്ട്. ഇത് ഗ്യാസ്. കയറാം. ഇതിലേ അങ്ങോട്ട് കയറാം. അത് എളുപ്പമുണ്ട്. അവിടെയാണ് വണ്ടി വരുന്നത്. വണ്ടി ഇവിടെയാണ് വരുന്നത്, പള്ളിയുടെ ഫ്രണ്ടിൽ. അവിടെ ഒരുത്തൻ നിൽപ്പുണ്ട്. അവൻ അപ്പോൾ ഇതിലേ ഇറങ്ങിയിട്ട് ജില്ലയുടെ തുണി എവിടെ വെക്കും? കാറ്റി നല്ല തെളിഞ്ഞ വെള്ളം, പുതിയ വെള്ളമായതുകൊണ്ട്. ചെറിയ ഉള്ളി എവിടെയാ? എനിക്കത് വേണ്ട, എനിക്ക് മറ്റേ മതി. എനിക്ക് മറ്റേ ഉള്ളി വേണം.
പോന്നു. മേടിച്ചോ? അല്ല പോവായിരുന്നു പോയിട്ട് ചായ നിട്ടാക്കല്ലേ കാച്ചി ഒട്ടിച്ചാൽ മതി. കൂട് കഴുകി വെള്ളം കൊണ്ടേ നോക്കണം. ചോറുണ്ണാൻ ഇറങ്ങി. ഇവിടെയൊക്കെ ചെടികളാണ്. നിനക്ക് തന്നെ പറ്റില്ല, ഞാൻ തിന്നുവാ. ഇതൊക്കെ മുണ്ടക്കത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലേ. ഇവിടെ ഈ തണുപ്പായതുകൊണ്ട് നല്ല രസമാണ്. എൻ്റെ തന്നെ സെറ്റപ്പാണോ? അപ്പോൾ വീഡിയോ കാണാൻ പറ്റുമോ? സൂപ്പർ ടേസ്റ്റ്. ഇവിടെ പെയിൻറ്റിങ് നടക്കും അല്ലേ? ചോറിന് പോയി. ഓറഞ്ച് വയ്ക്കുന്നുണ്ടോ? ഓറഞ്ച് ഓറഞ്ച് ഉണ്ടോ? ഓറഞ്ച് എന്തോ കേട് പോലുണ്ട്. ഓറഞ്ചുണ്ട്, തേയിലയുണ്ട്, കുറേ എന്തൊക്കെയോ ഉണ്ട്. പനിനീർച്ചാമ്പയുണ്ട്. ഫുള്ള് മഞ്ഞിറങ്ങിയപ്പോൾ ഇവിടം വരെ എത്തിയില്ല, കുറച്ച് മുകളിലൊക്കെ പോട്ടു. എന്ത് കിളികളാ പറന്നു പോയില്ല. നല്ല മഴക്കാറാണ് കേട്ടോ. നോക്കിയേ ഇതമ്മോ, ഇരുട്ടാണ്. ഇരുട്ട് ഉണ്ടോ? ഇരുട്ട്, മഴക്കാറുണ്ട്. മഴ പെയ്യുമെന്ന് ആർക്കറിയാം. കാറ്റൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ശാംഭവിക്ക് ഒരു ചെറിയ പനി എന്ന് പറയപ്പെടുന്നു. ശാംഭവി തന്നെ പറയപ്പെടുന്നു. ശാംഭവിക്ക് പനിയാണോ ഡി? ആണോ?
ചോറോ ഇപ്പോഴോ? മഞ്ഞിറങ്ങി മഞ്ഞല്ലേ? അവിടെ മുട്ട കാണും. മഴ തോന്നുന്നുണ്ട്. മഴ തോന്നുന്നുണ്ട്. ഉള്ള തോത്തല്ലേ ഇപ്പൊ ഇവിടെ ആയോ? ചൂടുവെള്ളത്തിന് കുളിക്കണോ? സൊളസിയോ? ചെറിയൊരു ചൂട് വന്നതിന് സൊളസിയൊക്കെ ഇട്ട് കുളിക്കണോന്നാണ് പറയുന്നത്. ചൂടുവെള്ളത്തിൽ കുളിക്കണം. സൊളസി ചൂടുവെള്ളത്തിൽ കുളിക്കാം. ചൂടുവെള്ളത്തിൽ കുളിക്കണം. ചൂടുവെള്ളത്തിൽ കുളിക്കാം. ഇനി ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുന്നേ? കൊച്ചവിടെ പോയിരുന്നേ കേട്ടോ. പോയിരുന്നു കേട്ടോ. അയ്യോ അമ്മേ ഇതാരും ഉണ്ടാ. പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നുണ്ടോന്നോ? പിന്നെ പ്രാർത്ഥിക്കുന്നില്ലേ? കൊച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ? ഓ വേണ്ട, പ്രാർത്ഥിക്കാൻ കണ്ണടയുടെ ആവശ്യമില്ല. വേണ്ടതേ. ആ കുളിച്ച് കണ്ടോ? ചോറുണ്ട് വയറ് നിറച്ച്. ഇതിന്റെ ചോറ് ഇരിക്കുന്നത് നിക്കറല് പുറയില് ബാക്കില്. ആ ഓക്കെ. ചേച്ചി പോയി ഇരിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് പ്രാർത്ഥിക്കുക. ദേ അവിടെ നിന്ന് പ്രാർത്ഥിച്ചോ. ദേ ഓം നമോ ഭഗവതേ വാസുദേവ എന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ പിന്നെ അവള് വിളക്ക് കത്തിക്കുക. അവളെ കോൺസെൻട്രേഷൻ പോകുന്നു വിളക്ക് കത്തിച്ചോണ്ടിരിക്കുമ്പോ. കിട്ടിയോ? ഓ ചന്ദ്രൻ തൊടാനാണോ മിണ്ടായിരിക്കാൻ പറഞ്ഞേ? കണ്ടോ മഴയുടെ വഴിക്ക് പോയി. കണ്ട ഇത്ര ഉള്ള കേസ്. അലക്കാനുള്ള രാവിലെ പോയി അലക്കി. ഇനിയിപ്പം വേണം, വെള്ളം വേണമല്ലോ. അമ്മേ
ചെയ്യാനല്ല, ആത്മാവുള്ള മനുഷ്യരായിട്ട് ഈ പ്രപഞ്ചത്തിലൂടെ അവരുടെ ഞങ്ങളുടെ ജീവിക്കാൻ പറ്റും, ഞങ്ങളുടെ നടക്കാൻ പറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര ആളൊന്നും അല്ല വരുന്നത്. എന്നാ ഒന്നുമില്ലേ? മഴ ആസ്വദിക്കുവോള്. ആയില്ലടാ ചുമ്മാ ഒരു ഇത് ഇന്ന് നടന്നെങ്കിൽ വെള്ളിയാഴ്ച വെട്ടാം. ഈ വെള്ളിയാഴ്ച അത് ഞാൻ മറ്റേ ട്രാഫിക്കിന്റെ ഒരു സിഗ്നൽ ഇല്ലേ, ഇവിടെ ആരും ഇല്ലാടി. ആ ഇവിടെ ആരും ഇല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടെന്നൊന്നും ഇല്ലേ? ചുമ്മാ വിളിച്ചാ നീ എന്നെ വിളിക്കല്ലോ. എന്നെ കിട്ടിയത് ഞാൻ ഈ താഴെ നിൽക്കുമല്ലേ.